തിരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി നൽകും ഓൾ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റ്സ് ഫോറം. ഓൾ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റേഴ്സ് ഫോറം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ കുരിശുപള്ളി കവലയിൽ ആരംഭിച്ച റിലേ സത്യാഗ്രഹം സംസ്ഥാന പ്രസിഡന്റ് PA തോമസ് അങ്കമാലി ഉദ്ഘാടനം ചെയ്തു. 10,000-കണക്കിന് നിക്ഷേപകരെ വഞ്ചിച്ച ഭരണസമിതി അംഗങ്ങൾക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കാനോ തട്ടിയെടുത്ത പണം തിരിച്ചടയ്ക്കാനോ മുതിരാതെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നടപടികളാണ് സർക്കാർ തുടർന്നു വരുന്നതെന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി നിക്ഷേപകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുതിരാത്ത പക്ഷം തിരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി നൽകാൻ ഫോറം തയ്യാറാകുമെന്ന ശക്തമായ മുന്നറിയിപ്പ് സംഘടന നൽകുന്നതായി പ്രസിഡന്റ് പറഞ്ഞു. ിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സർക്കാർ അവിടെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷനിൽ സാധാരണക്കാരായ നിക്ഷേപകര് അതിൽ പകരം വീട്ടുക തന്നെ വേണം. തിരിച്ചറിയുന്ന ഒരു ഉന്ത് തന്നാലും ഒരു ഉരുള തന്നാലും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ അന്ധതയിൽ നിന്ന് മാറണം. നമുക്ക് നന്മ ചെയ്യുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും ഈ നാടിന് ഉപകരിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള ഒരാർജവം ഈ ഇലക്ഷനിൽ കാണിക്കാനുള്ള ഒരു വിവേക ബുദ്ധി കേരളത്തിലെ വിശേഷ ബുദ്ധിയുള്ള ജനങ്ങൾ പ്രകടിപ്പിക്കണം. അപ്പം ഈ 2,90,00,000 പേരിൽ നിന്ന് ഇലക്ഷനിൽ ചെല്ലുമ്പോൾ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന 2 കോടി ജനങ്ങളുണ്ടാവുമല്ലോ. അതിൽ നിന്ന് നമുക്കറിയാം കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നമ്മൾ ഊർജിതമായ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ്. ഈ 10-12 ദിവസത്തിനുള്ളിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ശക്തമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ നിക്ഷേപകരുടെ പൈസ ഒരു പരിധിയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള സമഗ്രമായിട്ടുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ സമരത്തിന്റെ മുഖം ഞങ്ങൾ AKCDF മാറ്റുക തന്നെ ചെയ്യും. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ അഡ്വക്കേറ്റ് ചാക്കോ തോമസ്, ജേക്കബ് തോപ്പിൽ, JC തറയിൽ തുടങ്ങിയവർ സമരത്തിന് ആശംസ അറിയിച്ചു. AC ബേബിച്ചൻ, നെടുങ്കുന്നം രഘുദേവ്, റോയ് വെള്ളരിങ്ങാട്ട്, ബിനു മാത്യൂസ്, ജോയി കളരിക്കൽ, സണ്ണി സേവ്യർ, ലോസൺ ജോസഫ്, തിയോഡോഷ്യസ്, ഇമ്മാനുവൽ എന്നിവർ റിലേ സത്യാഗ്രഹ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഐഫോറിയ ന്യൂസ്, പാലാ.